ഇതൊക്കെ സ്വർണ്ണമാണോ? ഇതോ? അതെ അതെ അതെ. എനിക്കും ഉമ്മയ്ക്കും ഇതുപോലെ ഒന്നുമില്ല. എല്ലാം ഞാൻ വാങ്ങിത്തരാം. ഒരു സ്വൈരം കൊടുറാൻ മോനെ. സർബത്ത് കുടിക്കും. മോൻ കുടിക്കും. അവന് ഞാൻ വേറെ കൊടുത്തോളാം. അവൻ കുടിച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കും. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാൻ അത്താഴം ശരിയാക്കട്ടെ. ഹലോ. അങ്ങനെ വേദനിക്കണോ ഉമ്മ? നാണമില്ലല്ലോ. ഹലോ. അലാവുദ്ദീൻ ഒറ്റക്കിട്ടിട്ട് ഓടിപ്പോന്നില്ലേ? അലാവുദ്ദീൻ ഇക്കാക്കെ പോലൊന്നും അല്ല. അടി കൊണ്ടിട്ടുണ്ടെ കൊടുത്തിട്ടുണ്ടാവും. അയ്യോ. ഹലോ. അബൂബക്കറേ. അബു. അബുല്ലേ? എന്തിനാ ഇനി അടി ഉണ്ടാക്കാൻ പോണോ? ഇല്ല. എന്റെ മക്കളെ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടന്നൂടെ? ശരി, അതുപോട്ടെ. എന്റെ ഇളയാപ്പ വന്നു. ഇളയാപ്പയോ? ആര്? അബ്ദുള്ളയോ? അയാൾ മരിച്ചുപോയില്ലേ? ഇല്ല. മരിച്ചുപോയി? ആര്? ആരും ചത്തുപോയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞോ? അലാവുദ്ദീന്റെ ഇളയാപ്പ വന്നിരിക്കുന്നു. എളാപ്പയോ? മരിച്ചുപോയി അബ്ദുള്ള? ഏയ്, മരിച്ചുപോയിട്ടില്ല. ഞാൻ എളയാപ്പയോട് തന്നെ ചോദിച്ചു. വലിയ പണക്കാരനായിട്ട് തിരിച്ചു വന്നിരിക്കുക. നീ എന്തൊക്കെയാ മോനെ ഈ പറയണത്? ഇതൊക്കെ കൊണ്ടുവന്നത് എളാപ്പയാ. എളാമയുണ്ട്. അല്ലാഹുവിന്റെ ഒരേ കുതിരത്ത്. അല്ലത്തുള്ള അലാവുദ്ദീൻ ഇങ്ങനെ കണ്ട പിള്ളേരുമായി കളിച്ചും വഴക്കിട്ടും നടന്നാ മതിയോ? അവന്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു വഴിക്കാക്കുമായിരുന്നു. ചേട്ടത്തി വിഷമിക്കണ്ട. എനിക്ക് ബസ്റായി നല്ല കച്ചവടമല്ലേ. ഞാൻ ഇവനെ അവിടെ കൊണ്ടുപോയി കച്ചവടം പഠിപ്പിക്കും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു നല്ല കടയിട്ട് കൊടുക്കും. ഇവന് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കും. അതല്ല, ചേട്ടത്തിക്ക് ഇവനെ പിരിഞ്ഞിരിക്കാൻ വിഷമമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്കൊരു വിഷമവുമില്ല. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് എന്റെ മോൻ നന്നായി കണ്ടാ മതി. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കുള്ളൂ. ഞാൻ ഇവനെ കൊണ്ടുപോയാൽ ഒരു രാജകുമാരനായിട്ട് തിരിച്ചു കൊണ്ടുവരും. എളാപ്പയോട് പോട്ടെ. പോകാം മോനെ, പോകാം. ഒരുങ്ങിക്കൂ. നാളെ രാവിലെ നമുക്ക് പോണം. അബ്ദുള്ള, എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ചേട്ടത്തി, ഞാൻ ഇവനെ ഒരു വലിയ കച്ചവടക്കാരനാക്കി തിരിച്ചു കൊണ്ടുവരും. മാമോനെ. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോനെ. ബസ്റാലേക്ക് പോകാന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ എങ്ങനെ വന്നത്? അതെ മോൻ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം സാധിക്കും. മോൻ അത് കണ്ടോ? ദാ അതൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്ത് ഒരു നിധിയുണ്ട്. നമുക്കത് എടുക്കണം. പൊന്നാണോ ഇളയാപ്പ? ഒരു വിളക്ക്. മോനത് എടുത്താ നമുക്ക് ഇഷ്ടം പോലെ പൊന്നുണ്ടാക്കാം. മോനീ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി നടന്ന ഗുഹയുടെ അങ്ങേ അറ്റത്ത് ഒരു വിളക്ക് കാണും. മോനത് എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് പേടിയാന്നു. ഇളയാപ്പ കൂടെ വാ. എളാപ്പയ്ക്ക് വരാൻ പാടില്ല മോനെ. മോനൊന്നുകൊണ്ടും പേടിക്കണ്ട. ഇതാ ഈ മോതിരം ഇട്ടോളൂ. ഈ മോതിരം ഇട്ടാ ഒരാപത്തും വരും. ഞാൻ പോവില്ല. നീ പോ. എന്നാ ഇളയാപ്പ ഒരു കാര്യം ചെയ്യാം. ബസ്റാവ് പോയിട്ട് വരുന്ന വഴിക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാം. ബസ്റായിലൊക്കെ നമുക്ക് നീ ഒന്ന് അകത്തോട്ട് എത്തി നോക്ക്. എത്തി മാത്രം നോക്കാം. ഒന്ന് എത്തി നോക്ക്. ഇളയാപ്പ കുറെ പിടിച്ചോളൂ. നീ ഒന്ന് നോക്ക്. അതൊക്കെ അതൊക്കെ
കുടുംബത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട തുന്നൽക്കാരൻ ആലിയുടെ മകൻ, തുന്നൽക്കാരൻ മുസ്തഫായുടെ മകൻ അലാവുദ്ദീൻ, ഈ അത്ഭുത വിളക്ക് നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത്. ഇത് സൂക്ഷിക്കുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും. പുറത്തു നിൽക്കുന്നത് നിന്റെ എളാപ്പയല്ല, ഒരു ദുർമന്ത്രവാദിയാണ്. ഈ വിളക്ക് നീ അവന് കൊടുക്കരുത്. കൊടുത്താൽ ജീവനാശവും വംശനാശവുമായിരിക്കും ഫലം. വിളക്ക് കിട്ടിയോ? എന്നെ മേളി കയറ്റി വിടും. ഇളാപ്പിക്കില്ല. ഇല്ല, ഞാൻ വിളക്ക് തരില്ല. എനിക്കറിയാം നിങ്ങൾ എന്റെ ഇളയാപ്പയല്ല, മന്ത്രവാദിയാണ്, ദുർമന്ത്രവാദി. അലാവുദ്ദീൻ, നീ ഗുഹയിൽ കിടന്ന് മരിക്കുന്നോ അതോ വിളക്കെനിക്ക് തരുന്നോ? അലാവുദ്ദീൻ, അവസാനമായി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നീ വിളക്ക് തരുന്നോ ഇല്ലയോ? മരിച്ചാലും ശരി, ഞാൻ ഈ വിളക്ക് തരില്ല. നീ എന്നേക്കുമായി ഈ ഗുഹയിൽ കിടന്ന് നശിക്കട്ടെ. നിന്റെ അത്തിയുടെ നുറുങ്ങ് പോലും ഇവിടെ നിന്ന് വെളിയിൽ പോവുക. ജയ് ജംബ.